മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന വാഗ്ദത്തത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു ദൈവപൈതലിൻ്റെയും മനസ്സിൽ ഉയർന്നു വരുന്ന ആദ്യത്തെ ദൈവവചനങ്ങളിലൊന്നാകും ഇതെന്നതിന് സംശയമില്ല. യേശുവിൻ്റെ വാക്കുകൾ എന്നും അത്യന്തം ശക്തിയുള്ളവ തന്നെയാണ്. ഓരോ പ്രാർത്ഥന ഉയരുമ്പോഴും നാം ദൈവം നൽകിയ യുവ്വിധ വാഗ്ദത്തങ്ങൾ ഉള്ളതിനാലാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതും പ്രാർത്ഥിച്ചത് വെറുതെയായില്ല എന്ന് വിശ്വസിക്കുന്നതും. യേശു വെറും വാക്ക് പറയുകയില്ല. ലഭിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതിനാൽ അതിന് മാറ്റം വരികയുമില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ 3 രീതികളിൽ പ്രാർത്ഥിക്കുക എന്നതാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. യാചിക്കുക എന്നത് പ്രാർത്ഥനയുടെ ആദ്യത്തേതും എല്ലാവരും ആദ്യം ചെയ്യേണ്ടതുമായ രീതിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക, ചോദിക്കുക എന്ന അടിസ്ഥാന കാര്യമാണ് അതിലുള്ളത്. എന്നാൽ അന്വേഷിക്കുക എന്നത് കുറച്ചുകൂടെ ഉയർന്ന പ്രയത്നമുള്ള കാര്യമാണ്. ഒരു കാര്യം അന്വേഷിക്കാൻ തുടങ്ങി എന്നത് ആ വിഷയത്തിലുള്ള കൂടുതൽ ആവശ്യബോധത്തെ കാണിക്കുന്നതാണ്. ചോദിച്ചതുകൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതൽ അതിനെക്കുറിച്ച് അതെങ്ങനെ കണ്ടെത്താം എന്ന ആവശ്യബോധത്തോടെ അന്വേഷിക്കുന്നതാണ്. അതിനും മുകളിലാണ് മുട്ടുക എന്ന് പറയുന്നത്. എവിടെയാണ് അത് ലഭിക്കുക എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലം കൂടെയാണ് മുട്ടുന്നത്. തുറക്കുന്നത് വരെ മുട്ടുക എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. 3 വാഗ്ദത്തങ്ങൾ കൂടെയാണ് ഈ വാക്യങ്ങളിലുള്ളത്. ലഭിക്കും, കണ്ടെത്തും, തുറക്കും. നാം പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന് വാഗ്ദത്തം തന്നത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീയ അനുഗ്രഹങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ചാൽ നാം കണ്ടെത്തും. ദൈവത്തിൻ്റെ വാതിലുകളിൽ മുട്ടുന്നത് ഒരിക്കലും നിരാശയ്ക്ക് കാരണമാകില്ല. തക്ക സമയത്ത് അവിടുന്ന് നമുക്കായി വാതിൽ തുറക്കും. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകയില്ലല്ലോ. ദൈവം തന്നെ നമുക്കായി അവിടുത്തെ ഹിതപ്രകാരമുള്ള വാതിലുകൾ തുറക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.